ലക്ഷ്മി വന്നിട്ട് അനിമോളുമായിട്ട് മാറിയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, എങ്ങനെയാണ് അനീഷേട്ടൻ പറഞ്ഞത്? അപ്പം അനിമോള് പറഞ്ഞ് കണ്ടില്ലായിരുന്നു അത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണിച്ച്. ആ കണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് വല്ല സൂചന തോന്നിയായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, പക്ഷേ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് പറയുമെന്ന് ഓർത്തില്ല, ഞാനാകെ ഇതായിപ്പോയി. അപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല, ചേട്ടനത് മനസ്സിലായി എന്ന് പറയുന്നു. അപ്പോൾ അനിമോളോട് പിന്നെ ഇപ്പോൾ ഗെയിമിൻ്റെ കാര്യമൊക്കെ പുതിയ ഗെയിമൊക്കെ തന്നോന്ന് ചോദിച്ചപ്പോൾ ആ ടാസ്കിൽ ആ കണ്ടില്ലേ ക്യാഷിൻ്റെയൊക്കെ ബിഗ് ബാങ് ടാസ്ക് അതിലെയൊക്കെ ഗെയിമൊക്കെ ഉള്ളായിരുന്നു. ആ ഗെയിമിനെ കുറിച്ചൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അനിമോളോട് പറയുന്നുണ്ട്, നല്ലപോലെ കളിക്കാൻ നോക്കുക. അപ്പോൾ അനിമോൾ പറഞ്ഞു, എനിക്ക് ഈ ആഴ്ച പോവാതെ അടുത്ത ആഴ്ച എവിക്റ്റഡ് ആയി പോയാൽ കുഴപ്പമില്ല, ഈ ആഴ്ച പോവുക ഒരു വിഷമം. അപ്പോൾ പറഞ്ഞു, അതൊന്നും ലക്ഷ്മി ഒന്നും പുറത്ത് പറയുന്നില്ല. ലക്ഷ്മി നല്ല ബുദ്ധിപരമായിട്ട് തന്നെ പറയുന്നത്. അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് വോട്ടിൻ്റെ അനുസരിച്ചല്ലേ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി. എന്നിട്ട് അപ്പോൾ അനിമോള് പറയാണ്, ഈ സീസണിൽ കപ്പ ആർക്കാണെന്നറിയോ? പതുക്കെ പറയുന്ന അനീഷേട്ടനാണ്. അപ്പം ലക്ഷ്മി ഇങ്ങനെ ചിരിച്ചപ്പം പറഞ്ഞു, അത് ഇന്ന് മോർണിംഗ് ടാസ്കിൽ എല്ലാവരും അനീഷേട്ടനെ കുറിച്ചാണ് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇത് അനീഷേട്ടന് കപ്പുണ്ട്, പുറത്ത് സപ്പോർട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും അനീഷേട്ടൻ്റെ പേര് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പം ലക്ഷ്മി പറഞ്ഞു, അത് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റത്തില്ല, ഇനിയും 2-3 ദിവസമില്ലേ, വോട്ടിൻ്റെ അനുസരിച്ചല്ലേ എന്ന് പറയുന്നു. അനിമോൾ ഇപ്പോൾ കളിക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെ കളിക്കുക, ആരൊക്കെ തളർത്താൻ നോക്കിയാലും അതിലൊന്നും വീഴരുത്, ഇത്രയും ദിവസം നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയാണ് അനിമോൾ. ലക്ഷ്മി പറയാണ്, അകത്ത് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞതാ, അനിമോൾ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്, അതുകൊണ്ട് നല്ലപോലെ തന്നെ കളിക്കുക, ആരെന്ത് പറഞ്ഞാലും കരയാനൊന്നും നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.